காசு பணம் தொட்டு மணி மணி காசு பணம் தொட்டு மணி மணி கொடை பிடிச்சி நைட்டுல பறக்க போற ஹைட்டுல தலை காலு பொரியல தலை கீழா நடக்கிறேன் காசு பணம் தொட்டு மணி மணி. ഹലോ, ദിസ് ഈസ് ദി കമ്പനി. നമ്മളിന്ന് നമ്മുടെ വ്ളോഗുമായിട്ട് ബാക്ക്. അതെ, ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വ്ളോഗല്ല, ആക്ച്വലി നമ്മൾ വർക്ക് റിലേറ്റഡ് ആയിട്ട് വന്നതാണ്. സോ വി തോട്ട് വൈ ഡോണ്ട് വി എടുക്കാൻ പാടില്ല. അതെ, ഇതിപ്പോ എനിക്ക് ആക്ച്വലി ഈ വ്ളോഗ് എടുത്ത് പരിചയമില്ല. അതെ, ഇതിപ്പോ ഈ വീഡിയോ എടുത്തിട്ട് നടക്കല് വലിയ പാട് പിടിച്ച പണിയാ. മേക്ക് എ ലെഫ്റ്റ്, then right, then again left. അതുകൊണ്ടോ? ഓക്കെ, സോ നമ്മളെന്നുള്ളത് ദുബായ് മോളിലാണ്. ആക്ച്വലി ഞങ്ങൾക്ക് ഇവിടെ വർക്ക് ഉണ്ട്. ദുബായ് മോൾ മീൻസ് ബുർജ് ഖലീഫ 47th. ഓക്കെ, അപ്പോൾ ദുബായ് മാളിൽ കയറി നമ്മളോടത്ത് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. സംഭവം ദുബായ് ഞാൻ എൻ്റെ മോനെ കിട്ടലെന്നാണല്ലേ ടിവിയോ എൻ്റെ അടുത്ത് പറഞ്ഞ വീട്ടിൽ മേടിച്ചാലോ പേടിച്ച് വെക്കേണ്ടി വരും. ഓടാ മോൻ, ഇത് കണ്ടോ? അടിപൊളി അല്ലേ? കൊള്ളാം. വിഷയം സാധനം. അർമാനിയുടെ കഫേയാണ് താഴെ, കണ്ടോ? ഇത്രയും വലിയ സ്ഥലം. ഓ ബ്രോ, അർമാനിയുടെ കഫേ കണ്ടിട്ടില്ലാത്തവർക്ക് ഇതാണ് അർമാനിയുടെ കഫേ കണ്ടോ? ദുബായ് മോളിന് ഒത്ത നടുക്ക്. അതേതാപ്പോ? അത് വേറെ ഏതെങ്കിലും ആയിരിക്കും. പക്ഷേ അത് വേറെ എങ്ങനെയാണ് ഇത്ര ഇത് റെന്റ് കൊടുത്ത് താമസം ഇവിടെ എന്താ എടുക്കുന്നേ? എനിക്കറിഞ്ഞൂടാ, നോ ഐഡിയ ബ്രോ. കാശുള്ളവർ ഷാൻഡിലിയർ അടിപൊളി കിഡിലെ സാധനല്ലേ, ഏറ്റവും വലിയ ഷാൻഡിലിയർ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട്. ഇതിനേക്കാളും വലുത് ഞാൻ കണ്ടിട്ടില്ല എവിടെ. ശരിയാ. ഒരെണ്ണത്തിന്റെ നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോൾ ഇവർക്കത് മനസ്സിലായെന്ന് വരത്തില്ല, പക്ഷെ ആക്ച്വലി അത് ഭയങ്കര വലുതാണ്. നടുക്കത്തെ കാണിച്ച്, അയ്യോ ആ നടുക്കത്തെ റിങ് ഞാൻ ഇതിൽ കൂടെ ഫോണിൽ കൂടെ കാണുമ്പോഴാണ് കാണുന്നത്. ആ റിങ് കാണുന്നേ ഇല്ലല്ലോ. കിട്ടുന്ന സാധനം അല്ലേ, അടിപൊളി. അതുപോലെ വീട്ടിൽ മേടിക്കണം എന്നാണ് അവൻ പറയുന്നത്. പിന്നെ അവൻ്റെ അച്ഛൻ പൈസക്കാരനായതുകൊണ്ട് ചിലപ്പോൾ മേടിച്ചു കൊടുക്കുമായിരിക്കും. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആക്ച്വലി ബുർജ് ഖലീഫയിലായിരുന്നു ഞങ്ങൾക്ക് പോകേണ്ടത്. സോ ബുർജ് ഖലീഫയിൽ ഒഫീഷ്യലി ഞങ്ങൾക്ക് പാർക്കിംഗ് ഇല്ല. സോ നമ്മൾ ദുബായ് മാളിൽ പാർക്ക് ചെയ്തിട്ട്, ഫാഷൻ പാർക്കിംഗ് പാർക്ക് ചെയ്തിട്ട് ദുബായ് മാളിന് അകത്തൂടെ കയറി എക്സിറ്റ് ചെയ്ത് പോകണം. അക്വേറിയത്തിന് അങ്ങോട്ട് പോയിട്ട് നമുക്ക് കാണാം. ബാക്കി ഞാൻ കാണിച്ചു തരാം. ബ്ലിങ്കിങ്. സോ ദിസ് ഇസ് ഹൗ ഇറ്റ് ഈസ്. ഹായ്. അങ്ങനെ കിട്ടി. സ്ട്രൈറ്റ്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. സ്ട്രൈറ്റ്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. എടാ ഇവിടെ തന്നെ ഈ ഫ്ലോർ തന്നെ. അങ്ങനെ അവൻ പറഞ്ഞത്. ഞങ്ങൾ 3 ഫ്ലോർ മുമ്പ് മേളിൽ നിന്നപ്പോഴും അവൻ അത് തന്നെ സിപ്രിയാനി ഡോൾസി ആണെന്നൊക്കെ ഒരു വിചാരം ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര കാശൊക്കെ ഉണ്ട്, നമ്മൾ ഭയങ്കര സംഭവമാണ് എന്തൊക്കെയുള്ള വിചാരം നമുക്ക് പേഴ്സണലി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു ദിവസം ദുബായ് മോളിലോട്ട് വരിക, അത്യാവശ്യം തിരക്കുള്ള സമയത്ത്, ഒരു വൈകുന്നേരം 6 മണി 7 മണി സമയത്ത് വരിക, എന്നിട്ട് അങ്ങോട്ട് ചുമ്മാ നടക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളൊന്നുമല്ല. അതായത് ഇപ്പോൾ നാട്ടിൽ നിന്ന് എത്ര പൈസക്കാർ വന്നു കഴിഞ്ഞാലും വലിയ ഈ യൂസഫലിനെ പോലുള്ള ആൾക്കാരല്ല നമ്മൾ പറയുന്നത്. അത്യാവശ്യം കുറച്ച് പൈസയൊക്കെ ഉള്ള ആൾക്കാർ, ഭയങ്കര ജാടയൊക്കെ കാണിച്ച് നടക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇവിടെ വന്നു കഴിയുമ്പോൾ മനസ്സിലാവും പട്ടി വിലയാണ്. എടാ ഈ കൂട്ടത്തിൽ ഏറ്റവും കൂറ ലുക്ക് നമ്മളല്ലേ. അതെ. This is Dubai Aquarium. കാണാത്തവർക്ക് ഇതാണ് ദുബായ് അക്വേറിയം. കാണിച്ചേ, എൻ്റെ കൈ മിടർത്തി കാണിച്ചേ. മിടർത്തി കാണിച്ചേ. ആൾക്കാരൊക്കെ ദൈവമേ, ഇപ്പൊ അവരുടെ നടുക്ക് മിടർത്തി കാണിച്ചേ. വിടർത്തിയാലൊന്നും എത്തൂലടാ, അത്രയുണ്ടാ. ഫുള്ള് കണ്ടോ, സ്റ്റാർ ലൈറ്റൊക്കെ ഉണ്ട്. പിന്നെ ആൾക്കാരെ അറിയത്തില്ല ഇവിടെ തന്നെ. അതാണ് ഗസ് വരുന്നത് അവിടെ. ഇവിടെയൊക്കെ ഏതൊക്കെയോ ഷോപ്പ് വരുന്നുണ്ട്. സോ ഇതാണ് ദുബായ് അക്വേറിയം. ഇവിടെ ഞങ്ങൾ കുറേ വർഷമായിട്ട് വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഇതുവരെയായിട്ട് അകത്ത് കയറാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. ഒരു പ്രാവശ്യം വിൽ ബി ഡൂയിങ് എ വ്ളോഗ് വിച്ച് ഇൻക്ലൂഡ്സ് ഞങ്ങൾ അകത്തിറങ്ങുന്ന പോലെ, ഇവരിപ്പോൾ ഇറങ്ങുന്ന പോലെ ഞങ്ങൾ അകത്തിറങ്ങുന്ന പോലെ ഒരു വ്ളോഗ് ചെയ്യണം താല്പര്യമുണ്ട്.
വി വിൽ ഡു ഇറ്റ് എന്തായാലും. ഓക്കെ, സോ അതേപോലെ തന്നെ കുറേ പേർക്കുള്ള ഡൗട്ടാണ് ഇതിനകത്തുള്ള ഫിഷുകൾ അല്ലെങ്കിൽ മീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യില്ലെന്ന്. എന്നിട്ട് ഉള്ളവർക്കറിയാം ഇതെല്ലാം അവർ അതിനനുസരിച്ചുള്ള ബ്രീഡുകളെയാണ് അകത്തേക്ക് ഇടുന്നത്. സോ ഈ ഏത് ടൈപ്പ് ഷാർക്ക് ഉണ്ട് ഇതിനകത്ത്, അതുപോലെ വേറെ ടൈപ്പ് ഫിഷുകളുണ്ട്, പക്ഷേ ഇതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യില്ല ഒരിക്കലും. ആക്ച്വലി ഞാൻ ലേറ്റ് ആയി. By the way, I will show you. Fountain already starting. By the way, then I found a sale. Fountain already on, guys. But I will show you in the next round. Okay. സോ ഇത് കഴിയുമ്പോൾ ഇപ്പോൾ തന്നെ ഫൗണ്ടെയിൻ തുടങ്ങും. സോ ഫൗണ്ടെയിൻ തുടങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ഫൗണ്ടെയിൻ്റെ എനിക്കൊന്ന് ഇപ്പോൾ തന്നെ തുടങ്ങും ഓൾമോസ്റ്റ്. ഇപ്പോൾ ഫൗണ്ടെയിനിലേക്ക് നമുക്ക് പോകാം. ഇതേപോലെ കട്ടപ്പനയിലും ചെന്നിട്ട് ഒരു പക്കണം ഇതേപോലെ ടൈമിൽ കത്തുവാണ്. കാണിക്കുന്നുണ്ടോ? ഞാൻ കാണിച്ചു ഓൾറെഡി. സോ ഫൗണ്ടെയിൻ വരുന്നത് ഓൾമോസ്റ്റ് ഒരു 4 minutes ആണ്. ഞങ്ങളുടെ അത് ഓരോ പാട്ടിനനുസരിച്ചാണ് വരുന്നത്. സോ ഞങ്ങളിപ്പോൾ ഞങ്ങൾ വന്നത് 7:30 ആയ സമയത്താണ്. സോ ആ സമയത്താണ് നമ്മളിപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്ന ഫൗണ്ടെയിൻ 7:30 തൊട്ടുള്ള ഫൗണ്ടെയിനാണ്. ഈ ഫൗണ്ടെയിൻ ഒരു 4 minute ഉണ്ടായിരുന്നു. സോ അത് ഫുള്ള് ഞങ്ങൾ കാണിക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ബാക്കി നമുക്ക് വിശേഷങ്ങൾ അത് കഴിഞ്ഞ് കാണാം. മാറ്റിയല്ലേ, ഫൗണ്ടേഷൻ അണ്ടർ വർക്ക് ആയിരുന്നു ഗൈസ്. ഇപ്പോഴാണ് ഓപ്പൺ ആയേക്കുന്നത്. ഫൗണ്ടേഷനാ ഫൗണ്ടെയിൻ. എന്താണത്? കാറ്റുണ്ടോ? വെള്ളം വന്ന് വീഴുന്നതിന്റെ കാറ്റുണ്ടോ? ഇത് സീനാണല്ലോ. ഇത് മാറ്റിയല്ലേ അവര് നമ്മൾ ആദ്യം വന്നപ്പോൾ ഇനി ഓഫ് ആവും. ഇനി അരമണിക്കൂർ കഴിഞ്ഞിട്ട് ആക്ച്വലി ഇപ്പൊ കറക്റ്റ് 7 മണി 4 മിനിറ്റ് ആണ്. 4 മിനിറ്റ് 5 മിനിറ്റ് ആണ്. ആൾക്കാരൊക്കെ തന്നെ പിന്നെ വീട്ടിലേക്ക് ഓടുന്നുണ്ട്. ഇനിയിപ്പോ ആൾക്കാരൊക്കെ കൊടുത്ത ആൾക്കാരൊക്കെ പോയിട്ട് അടുത്ത സെറ്റ് ഓഫ് ആൾക്കാർ വരും. കണ്ടോ, ഇവിടെ നിൽക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല, ഇപ്പൊ സ്ഥലം കിട്ടി. അതാണ് ഇപ്പൊ ഇവിടുത്തെ. അതെ അതെ, സൈറ്റിൽ കയറാം. ഇനിയെങ്കിലും ഒന്ന് കയറണ്ടോ? മീറ്റിംഗ് ഉണ്ട്. വാ, നമ്മള് വേറൊരു പരിപാടിയായിട്ട് കൂടെ വേണം പോവാൻ. സോ തിരിച്ചു പോകുന്നുണ്ടോ? ഇല്ല, പോകാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ സൈറ്റിൽ നിന്നാണ് ഫൗണ്ടെയിൻ കഴിഞ്ഞു. ഇനി ഇവിടുന്ന് ഒരു 7:30 അടുത്ത ഫൗണ്ടെയിനും കണ്ടിട്ട് വീട്ടിൽ പോയി എന്തെങ്കിലും കഞ്ഞി കുടിച്ച് അരമണിക്കൂറുണ്ട്. ആ സമയം കൊണ്ട് നമ്മളൊന്ന് കയറി കണ്ടിട്ട്. ഓക്കെ, ബൈ ബൈ ബൈ. ആക്ച്വലി ഇതിനകത്ത് നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് കാണുന്ന ഈ ട്രോൾ സീ, അതേപോലെ തന്നെ ബാബൽ, അങ്ങനെ കൂവ,
ഹൂക്ക, നോവിക്കോ, അതേപോലെ ഇതെല്ലാം ഭയങ്കര പ്രീമിയം ഹോട്ടൽസ് ആണ്, റെസ്റ്റോറൻറ്റ്സ് ആണ് ആക്ച്വലി. അപ്പം നമ്മൾ സാധാരണ ഇവരുടെ അവിടെ പോയി ഫുഡ് കഴിക്കുമ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ കടയിൽ പോയി കഴിക്കുന്ന 15 റംസ് 20 റംസിന്റെ ബിരിയാണി അല്ല വേറൊരു സംഭവമുണ്ട്. ഹെൽത്തി. ഇവരൊക്കെ ഈ UK US അങ്ങനത്തെ ഇതിലൊക്കെ വലിയ അടിപൊളി സെറ്റപ്പിലൊക്കെ ഉള്ള സംഭവങ്ങളാണ്. ഇവിടെ വരുമ്പോൾ അവർക്ക് ആ ഒരു പർട്ടിക്കുലർ അത്ര ഒരു സ്ലോട്ട് മാത്രമേ ഉള്ളൂ. ഇവിടം തൊട്ട് ചിലപ്പോൾ ഇത്രയും വരെ അത്ര ഒരു പർട്ടിക്കുലർ സ്ലോട്ടേ ഉള്ളൂ. കാരണം അത്രയ്ക്കും എക്സ്പെൻസീവ് ആണ് ഇവിടെ ആ ഒരു ഔട്ട്ലെറ്റ്. റെന്റ് ഓൾമോസ്റ്റ് ഒരു 1 മില്യൺ 2 മില്യൺ അടുത്ത് കൊടുക്കുന്നുണ്ടാവും. 1 മില്യൺ കുറവാണ്. ഇവിടുത്തെ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ചെറിയ എന്താ പറയാ 10 അടി ബൈ 10 അടിയുടെ ഒരു ചെറിയ മൊബൈൽ ഷോപ്പ് പോലത്തെ ഒരു ചെറിയൊരു സംഭവം കഴിഞ്ഞ ദിവസം ഞാൻ ഡുബിസിൽ കണ്ടത്. അത് 450,000. അപ്പൊ ഞാൻ പറഞ്ഞുതരാം, $1 കോടി ഇവിടുന്ന് ഫുഡ് കഴിക്കാനാണെങ്കിൽ പോലും ഇറ്റ്സ് റിയലി എക്സ്പെൻസീവ്. ലൈക്ക് മേ ബി എ സ്മോൾ ഡെസേർട്ടിന് നല്ല എല്ലാം ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓൾസോ അറ്റ് ദ സെയിം ടൈം ഇവര് ബർത്ത്ഡേ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഇവന്റ്സ് വരുമ്പോൾ അവർ ഓഫേഴ്സ് ആയിട്ടും കൊടുക്കുന്നുണ്ട്. പിന്നെ ഐ വിൽ ഷോ യു സംതിങ് ഇൻട്രസ്റ്റിംഗ്. അവിടെ സോൾട്ട് കണ്ടോ? സോൾട്ട് ബേ അല്ല, സോൾട്ട് ആണത്. ബിക്കോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് യു ഹാവ് സീൻ മറ്റേ ഒരുത്തനില്ലേ ഒരു ഫേമസ് ആൾ ഇങ്ങനെ അത് സോൾട്ട് ബേ ആടാ, അയാളുടെ ആണത്. അതാണ് സോൾട്ട് ബേ. ഗോൾഡ് എന്തായിരുന്നു? ഗോൾഡ് പ്ലേ ഇതായിട്ടുള്ള സ്റ്റീക്ക് ഉണ്ട്, അവൈലബിൾ ആണ്. ഞാൻ ഇതിനകത്ത് കാണിക്കാൻ വന്നൊരു സംഭവം നിങ്ങൾ സൂക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ബർബറി ഉണ്ട്. ഓക്കെ, ഇതിനടുത്ത് വെർസാഷെ. അപ്പൊ ഞാൻ പറയുന്നതൊക്കെ പ്രൊണൗൺസിയേഷൻ തെറ്റായിരിക്കും. ഇനി ഏതെങ്കിലും ചേച്ചിമാർ വന്നിട്ട് പ്രൊണൗൺസിയേഷൻ ശരിയാക്കാൻ വേണ്ടി ഒന്ന് വന്നേക്കല്ലേ. കേരള സിലബസാ പഠിച്ചത്. കാണുന്ന സാധനം കണ്ടോ, ഒരു വെള്ള കളർ, അവിടെ വലിയ ഷെയ്ഡൊക്കെ വെച്ചിട്ട് ആ സാധനം അതാണ് ഐഫോണിന്റെ സ്റ്റോർ. ഓ ഇതാണല്ലേ ഐഫോണിന്റെ സ്റ്റോർ, അതാണ്. അപ്പൊ അവിടെ ഐഫോൺ മേടിക്കാൻ വരുന്നവർക്ക് ആ നേരെ ബാൽക്കണി വന്നിരുന്ന വ്യൂ ആണ്. കടലോ ദുബായ് മാളിൽ ഐഫോണിന്റെ സ്റ്റോർ എവിടെയാണുള്ളത്? നേരെ ബുർജ് ഖലീഫയുടെ നേരെ ഫ്രണ്ടിലായിട്ട് വന്നു കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റ്സ് എല്ലാം കഴിഞ്ഞ് ഇവിടെ ആയിട്ടുണ്ട്. ഓൾസോ അതാണ് ഹഡ്രസ് ഹോട്ടൽ. ദാറ്റ് ഈസ് ഹഡ്രസ് ഹോട്ടൽ. ആൻഡ് ഇവിടെയാണ് പണ്ട് ഒരു ഫയർ പിടിച്ചിട്ടുണ്ടായിരുന്നു. ബാബുരാജ് ഒക്കെ ഇറങ്ങി വിട്ടോടിയതൊക്കെ കേട്ട്. ഏത് ബാബുരാജ്? ആ ശരിക്കും ബാബുരാജ് അതേപോലെ കുറെ പേരുണ്ടായിരുന്നു. അവരെ കൂട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്ക് അവിടെ അപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു, അവരൊക്കെ ഇറങ്ങി ഓടി. ബാബുരാജിനൊക്കെ താഴ്ന്ന് ലൈവ് വീഡിയോ എടുത്തില്ല ആൾക്കാർ. പിന്നെ കുറച്ച് പൈസ കൊടുക്കുകയാണെങ്കിൽ ഇതിൽ RTA സർവീസ് ഉണ്ട്. ദുബായ് മെട്രോ, ദുബായ് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ആണ്. നല്ല രസമില്ലേ സംഭവം? കലക്കില്ലടാ. നമ്മള് രാത്രി അങ്ങോട്ട് ഇറങ്ങാത്തോണ്ടേ രാത്രിയൊക്കെ പറഞ്ഞു ട്രിപ്പ് ആവും. ആക്ച്വലി നമ്മുടെ സൈറ്റ് ഏകദേശം 140 തുമ്പത്ത് കാണും. ആ തുമ്പത്തുണ്ടാവും അല്ലേ? അവിടെയാണ് നമുക്ക് വർക്ക് വരുന്നത്. ഒരു പ്രാവശ്യം ഞങ്ങൾ വർക്കിന് പോകുമ്പോൾ കാണിച്ചു തരാം. ഒന്നെങ്കിൽ ചേട്ടനെ കാണിച്ചു തരും, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നമ്മൾ കാണിച്ചു തരാം നമ്മുടെ സൈറ്റ്. ആക്ച്വലി നമ്മൾ പറ്റിക്കാൻ പറയുന്നതല്ല, നമ്മുടെ സൈറ്റ് ഉണ്ടാവും. എന്തുമാത്രം ആൾക്കാരല്ലേ? ഓ ഇവിടുത്തെ ആൾക്കാരൊന്നുമല്ല, ഈ കാണുന്ന ആൾക്കാരല്ല. അങ്ങ് കണ്ടോ? റൂമിൽ കാണിച്ചിട്ടാ കൈ വെച്ചിട്ട് മൊത്തം ആൾക്കാർ അങ്ങ് നേരന്ന് നിൽക്കുക, അങ്ങ് അറ്റം വരെ. കണ്ടോ? അവിടെ പോയി കഴിഞ്ഞാൽ ഒരു പല കൂട്ടം നടക്കും. സോ ഇതാണ് ഇവിടുത്തെ തിരക്ക്. ഇപ്പം നമ്മൾ യൂഷ്വലി നമ്മളൊരു സൺഡേ സാറ്റർഡേ ഒക്കെ ആകുമ്പോൾ വീക്കെൻഡ്സ് ആകുമ്പോൾ പോവുകയാണെങ്കിൽ നല്ല തിരക്കുണ്ടാവും ഇതേപോലെ. അതേപോലെ നമുക്ക് എൻജോയ് ചെയ്യാനും ഫോട്ടോസ് എടുക്കാനാണെങ്കിൽ ബെസ്റ്റ് ഞാൻ റെഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് മോസ്റ്റ്ലി അല്ലാത്ത ദിവസങ്ങളിൽ പോകുന്നതാണ്. ലൈക്ക് സൺഡേ മൺഡേ. വീക്കെൻഡിൽ പോവണ്ട എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ നമുക്ക് കുറച്ചുകൂടെ എൻജോയ് ചെയ്യാൻ പറ്റും, അത്രയും തിരക്ക് കുറവായിരിക്കും. പിന്നെ ഈ തിരക്കൊക്കെ എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വീക്കെൻഡ്സിന് പൊക്കോളൂ. പിന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഞങ്ങൾ 7:30 ആയപ്പോൾ തന്നെ ഞങ്ങൾ സൈറ്റിൽ തുടങ്ങിയപ്പോൾ അടുത്ത് തുടങ്ങിയായിരുന്നു. അപ്പോൾ അതും കണ്ട് കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി. ഗുഡ് ബൈയും ബൈ ഒന്നും പറയാനൊന്നും സമയം കിട്ടില്ല. സോ ഇതാണ് ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ഫൗണ്ടൻ ഓൾറെഡി തുടങ്ങിയായിരുന്നു. സോ ഞങ്ങളധികം ചടപ്പാക്കുന്നില്ല,
ഞങ്ങൾ നിർത്തുകയാണ്. സോ വി ആർ സൈനിങ് ഓഫ്. വിൽ സീ യു ഇൻ അനദർ വ്ലോഗ്. സോ അണ്ടിൽ ദെൻ ഗുഡ് ബൈ. Mostrar tu